ഈ ഭീഷണി വകവെക്കാതെയുള്ള ഇറാന്റെ മുന്നേറ്റവും പ്രധാനമാണ്. യുഎയിലെ യുഎസിന്റെ കേന്ദ്രങ്ങളിലാണ് ഇറാൻ മറുപടി നൽകിയത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. യുഎയുടെ പ്രതിരോധ മിസൈലേറ്റ് ചിന്നിച്ചിതറിയ ഇറാൻ ഡ്രോണിന്റെ കഷ്ണം വീണ ഫുജൈറയിലെ അസംസ്കൃത എണ്ണക്കയറ്റുമതി ടെർമിനലിന് തീപിടിച്ചു എന്ന വിവരം കൂടിയുണ്ട്. ഇതേ തുടർന്ന് ഇവിടുത്തെ ചില ശാലകളിൽ നിന്ന് ഉള്ള കയറ്റുമതി യുഎഇ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. റുവൈസ് എണ്ണ ശുദ്ധീകരണശാല അടച്ചു. നമുക്കറിയാം, റുവൈസ് എണ്ണ ശുദ്ധീകരണശാല ലോകത്തിൻ്റെ എണ്ണ സൃഷ്ടിയുടെ വളരെ പ്രധാനപ്പെട്ട പരമപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു പ്രദേശമാണ്. ഖാർഗ് ദ്വീപിൽ വെള്ളിയാഴ്ച യുഎസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് യുഎഇ ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. സ്വന്തം പരമാധികാരം സംരക്ഷിക്കാനുള്ള ഇറാന്റെ അവകാശം കണക്കിലെടുത്ത് യുഎഇയിൽ യുഎസിന് താൽപ്പര്യമുള്ള തുറമുഖങ്ങൾ, കപ്പൽ തുറകൾ, സൈനിക താവളങ്ങൾ എന്നിവ ആക്രമിക്കുമെന്നായിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുന്നറിയിപ്പ്. ഇതനുസരിച്ച് ശനിയാഴ്ച ഇറാൻ 9 ബാലിസ്റ്റിക് മിസൈലുകളും, അതായത് ഇന്നലെ 33 ഡ്രോണുകളും അയച്ചതാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഡ്രോണുകൾ പലതും തകർത്തുവെങ്കിൽ പോലും ഇതിലെ ചീളുകളും മറ്റും വീണ് പല സ്ഥലങ്ങളിലും തീപിടുത്തമുണ്ടായി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. ഇറാന്റെ പ്രതിരോധം അവസാനിക്കുന്നില്ല അജയ്. കൂടുതൽ മറുപടി ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അവരാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അനുഭവിക്കുന്നത്. അതെ, ഇപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്ന് അമേരിക്കയുടെ സാന്നിധ്യം അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം എന്നൊരു നിർദ്ദേശമാണ് അബ്ബാസ് അരക്ചി കഴിഞ്ഞ ദിവസം കൂടി ഗൾഫ് നാടുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നയതന്ത്ര പ്രതിനിധികളെയും അവരുടെ അംബാസഡർമാരെയും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ അമേരിക്കയുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, അതുപോലെ ബാങ്കുകൾ, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ എല്ലാത്തിനും നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ യുഎഇയിലുള്ള ഈ ഫുജൈറ ഓയിൽ റിഫൈനറി കേന്ദ്രത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം അത് വളരെ മാരകമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു. മേഖലയിൽ കടുത്ത തീപിടുത്തമുണ്ടായി, അവിടെ നിന്ന് പുക ഉയരുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. ഒരു ജോർദാൻ സ്വദേശിക്കാണ് പരിക്കേറ്റതെന്നാണ് വിവരമുള്ളത്. മറ്റ് കൂടുതൽ നാശനഷ്ടങ്ങൾ, അതിൻ്റെ കണക്ക് എന്നിവ നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇതിലേക്ക് ഇപ്പോൾ നിലവിൽ ഈ നടന്നത് ഇറാൻ ഈ ഭീഷണി ഉയർന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മാത്രം നടന്ന ഒരു ആക്രമണമാണ്. ഇപ്പോൾ കൂടുതൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് സമീപം നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് IRGC ആവശ്യപ്പെടുമ്പോൾ തന്നെ ഇനി നടക്കുന്നത് ഒരു ഓയിൽ വാർ, അതായത് ഹോർമുസ് വഴിയുള്ള ഓയിൽ വാർ മാത്രമല്ല, ഇനി നേരിട്ട് എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കുക, അത് തന്നെയായിരിക്കും ഇനി പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാനുള്ളിലുള്ള ചില വൈദ്യുതി നിലയങ്ങൾ കേന്ദ്രീകരിച്ച് US ആക്രമണം നടത്തിയിരുന്നു. അവരുടെ ചില ഇത് കാരണം അവിടെ പവർ കട്ട് ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കടുത്ത ഭീഷണിയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചുണ്ടായത്. ഇപ്പോൾ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ ജലശുദ്ധീകരണശാലകൾ, ഇവയ്ക്ക് നേരെയുള്ള ആക്രമണം അത് ഇറാനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടത്തിവിടാൻ തന്നെയാണ്. നേരത്തെ ടെഹ്റാനിൽ ഉൾപ്പെടെയുള്ള നിരവധി എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നിലവിൽ ഇത്തരത്തിൽ ഈ ഖാർഗ് ഐലൻഡ് കേന്ദ്രീകരിച്ചുള്ള ഈ ആക്രമണം കൂടി നടന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തിയാൽ അത് തീർച്ചയായിട്ടും ഗൾഫ് മേഖലയിലുള്ള ഒരുപാട് സാധാരണക്കാരെയും അതുപോലെ തന്നെ പ്രവാസികളെ ഉൾപ്പെടെ അത് സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യത. തീർച്ചയായും അതാണ് മറ്റൊരു അവകാശവാദവുമായി ട്രംപ് വരുന്നത്. നമുക്കറിയാം, 3ാമത്തെ ആഴ്ചയാണ് ഇറാനെ ആക്രമിക്കാനായി അമേരിക്കയും ഇസ്രായേലും ഒക്കെ തുടക്കമിട്ടിട്ട്. 3 ആഴ്ചക്കകം യുദ്ധം തീരുമെന്നായിരുന്നു ട്രംപിൻ്റെ അവകാശവാദം. ഇപ്പോൾ ഈ 3ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാനെ പൂർണ്ണമായും നശിപ്പിച്ചു എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. ഇറാനെ അമേരിക്ക പൂർണ്ണമായും പരാജയപ്പെടുത്തി, പക്ഷേ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ഉള്ള ശ്രമത്തിലാണ് താൻ എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇറാനെ അമേരിക്ക സൈനികമായും സാമ്പത്തികമായും പരാജയപ്പെടുത്തുകയും പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ എത്തിക്കുന്ന രാജ്യങ്ങൾ ഈ പാത ശ്രദ്ധിക്കണം, ഇവിടെ ഞങ്ങളുടെ എല്ലാ സഹായവും ഉറപ്പാക്കും, എല്ലാം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ US മറ്റു രാജ്യങ്ങളെ ഏകോപിപ്പിക്കുമെന്നും മറ്റും ട്രംപ് പറയുകയാണ്. ഇന്നലെ ഇപ്പോൾ ഖാർഗ് ആക്രമണത്തിന് ശേഷവും ഇറാനെ നശിപ്പിച്ചുവെന്ന് ട്രംപ് പറയുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇന്നത് വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന്. ഈ 3ാമത്തെ ആഴ്ചയിലേക്ക് യുദ്ധം കടക്കുമ്പോൾ ഒരു വിലയിരുത്തൽ എന്താണ് അജയ് സുധാ ബിജു? ഇറാന്റെ പ്രതിരോധം തുടരുന്നുണ്ട്, പക്ഷെ അത് അടുത്ത സമയത്തായി ദുർബലമായി വരുന്നുണ്ട് താനും. ഇസ്രായേലിലേക്ക് മറ്റുമുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ഓരോ മിസൈലുകൾ പൊട്ടിക്കുമെന്നല്ലാതെ.
ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആക്രമണങ്ങൾ അത് സജീവമായി തന്നെ തുടരുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇറാനകത്തുള്ള പല കേന്ദ്രങ്ങളിലേക്കും ഇപ്പോഴും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണമുണ്ട്. അവിടങ്ങളിലുള്ള ഇപ്പോൾ പല മേഖലകളിലും അവിടെ മധ്യമേഖല കേന്ദ്രീകരിച്ചൊക്കെ കഴിഞ്ഞ ദിവസം 15 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇസ്രായേലിന് നേരെ ഇപ്പോഴും മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം അടക്കമുണ്ട്. ഇന്ന് രാവിലെ കൂടി ഇപ്പോൾ IDF-ന്റെ ഭാഗത്ത് നിന്നൊരു അറിയിപ്പ് വന്നിരുന്നു. അതായത് നിരവധി മിസൈലുകൾ അവിടെ നിന്ന് വന്നതായിട്ട് അവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നിരവധി മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് IDF-ന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് അവിടെ ഒരു വടക്കൻ മേഖലയിലുള്ള ഒരു നഗരത്തിൽ വലിയ തീപിടുത്തം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മധ്യമേഖലയിലുള്ള ഇസ്രായേൽ കേന്ദ്രീകരിച്ചും ആക്രമണമുള്ളതായിട്ട് പറയുന്നു. നിരവധി ആളുകൾ ഇപ്പോഴും ഇസ്രായേലിനകത്ത് ബങ്കറുകൾക്കുള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 3 ആഴ്ചയോളം കടക്കുമ്പോൾ അത് വല്ലാത്തൊരു സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല ലെബനനിലും ആക്രമണം രൂക്ഷം തന്നെയാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു പ്രസ്താവന ഇറക്കി. അതായത് നിരവധി ഇസ്രായേലി സൈനികരെ അവർ ആക്രമിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു, ഒരുപാട് പേർ കൊല്ലപ്പെട്ടു എന്നെല്ലാം അവർ പ്രസ്താവന ഇറക്കി. എന്നാൽ ഇപ്പോഴും ലെബനനുള്ളിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ബെയ്റൂട്ടെല്ലാം കേന്ദ്രീകരിച്ച് നിരവധി സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ കെട്ടിടങ്ങളൊക്കെ തകർന്നു കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ലെബനനിൽ മാത്രം മരണസംഖ്യ 826 ആയതായിട്ടാണ് വിവരമുള്ളത്. ഇറാനിലുള്ള മരണസംഖ്യ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും 1500 കടന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇതിനോടകം തന്നെ വീടുകൾ നഷ്ടമായതായിട്ടും പലരും ഇപ്പോൾ ടെഹ്റാനൊക്കെ വിട്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായിട്ടും എല്ലാം വിവരങ്ങളുണ്ട്. അപ്പോൾ ഈ യുദ്ധം കേന്ദ്രീകരിച്ച് കടുത്ത സാഹചര്യം തന്നെയാണുള്ളത്. ഗൾഫ് നാടുകളിലേക്ക് ഇന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യ 10ഓളം ഡ്രോണുകളാണ് ഇന്ന് രാവിലെ മാത്രം നശിപ്പിച്ചത്. UAE-യിലടക്കം ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ജോർദാനിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അവിടെ ഒരു ഡ്രോൺ അവശിഷ്ടം വീണിട്ടുള്ള ചില സംഭവങ്ങളെല്ലാം ഇപ്പോൾ നടന്നിരുന്നു. അപ്പോൾ കടുത്ത ആക്രമണം തന്നെ മേഖലയിൽ ഇപ്പോഴും സജീവമായി തുടരുന്നുണ്ട്. ഒരു പാർട്ടികളും പിന്നോട്ട് പോകാനില്ല എന്നുള്ള പ്രസ്താവന നടത്തുമ്പോൾ മേഖലയിലെ സാഹചര്യം അത് കൂടുതൽ ഗുരുതരം തന്നെയാണ്. തീർച്ചയായും. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ സംഘർഷഭരിതമായ ഹോർമുസ് കടലിടുക്ക് വഴി കടന്ന 2 ഇന്ത്യൻ LPG ടാങ്കറുകൾ, ഇന്ത്യൻ കപ്പലുകൾ നാളെയും മറ്റന്നാളുമായി ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തുമെന്ന് ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ പ്രത്യേക സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അറിയിച്ചു. ശിവാലിക്, നന്ദാദേവി എന്നീ കപ്പലുകളാണ് ഹോർമുസ് കടന്നത്. ഏകദേശം 92,700 മെട്രിക് ടൺ LPG ഉണ്ടെന്ന് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. ഇനി ഹോർമുസ് കടലിടുക്കിന് പടിഞ്ഞാറ് ഭാഗത്തായി അവശേഷിക്കുന്ന 22 കപ്പലുകളാണ്. കടലിടുക്കിൻ്റെ വടക്ക് ഭാഗത്ത് അവശേഷിക്കുന്ന ഈ കപ്പലുകളിൽ 6 LPG കപ്പലുകളാണ്. 1 ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് കാരിയറാണ്. 4 ക്രൂഡ് ഓയിൽ ടാങ്കറുകളും 1 രാസവസ്തുക്കളുമുണ്ട്. 3 കണ്ടെയ്നർ കപ്പലുകളും 2 ബൾക്ക് കാരിയറുകളുമാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിലെ എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണ്. 24 മണിക്കൂറിനുള്ളിൽ അവരെ സംബന്ധിച്ച് യാതൊരു അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഏതാണ്ട് 2200ഓളം ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ കപ്പലുകളിലുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇവരെല്ലാം സുരക്ഷിതരാണ്. ഇന്ത്യയുടെ വലിയൊരു നയതന്ത്ര വിജയമായി ഇത് മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, പല രാജ്യങ്ങളും ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ധൈര്യപ്പെടാതിരിക്കുമ്പോൾ ഇന്ത്യയുടെ 2 കപ്പലുകളാണ് സുഗമമായി നമ്മുടെ പാചകവാതക വിതരണമടക്കം അതിൻ്റെ പ്രശ്നമടക്കം പരിഹരിക്കാനായി ഇന്ത്യയിലേക്ക് എത്തുന്നത്. നാളെയും മറ്റന്നാളും ഇന്ത്യയിലെ 2 പ്രധാന തുറമുഖങ്ങളിലേക്ക്, മുന്തിരി അടക്കമുള്ള പ്രധാന തുറമുഖങ്ങളിലേക്ക് എത്തുമെന്നാണ് വിവരം.